ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുല്ലിച്ചിറ പള്ളിയിലോട്ടാണ്. അവിടെ ഇപ്പോൾ പെരുന്നാൾ നടക്കുന്നൊരു സമയമാണ്. ഡിസംബർ മാസം 11 തൊട്ട് 22-ാം തീയതിയാണ് പെരുന്നാൾ നടക്കുന്നത്. പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയിലെ കാഴ്ചകളൊക്കെ കാണാനും പ്രാർത്ഥിക്കാനും നേർച്ച നൽകാനും ഒക്കെ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ എല്ലാ കൊല്ലവും പെരുന്നാൾ സമയത്ത് പോകാറുണ്ട്, നേർച്ചകൾ നൽകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷവും അത് കണക്ക് നമ്മൾ നേർച്ച നൽകാൻ വന്നതാണ്. നമ്മൾ എല്ലാ കൊല്ലവും വരുമ്പോൾ കൊടുക്കുന്ന നേർച്ച തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന കണക്ക് നേർച്ച നേർന്നിട്ട് കൊടുക്കുന്നതല്ല. ഇപ്രാവശ്യവും നമ്മൾ എല്ലാ വർഷത്തെ പോലെ തന്നെ നേർച്ച നൽകുകയാണ്. അവിടുത്തെ നേർച്ച എന്ന് പറയുന്നത് ഉപ്പും പാളയാണ്. നമുക്ക് എന്ത് വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കാര്യം പറഞ്ഞ് മാതാവിന് ഉപ്പും പാളയും നേർന്നു കഴിഞ്ഞാൽ അത് സാധിക്കും. അതൊരു വിശ്വാസമാണ്. പിന്നെ അവിടെ കുറേയേറെ നേർച്ച സാധനങ്ങളുണ്ട്. തലയുണ്ട്, കൈയുണ്ട്, കാലുണ്ട്. ഓരോ വയ്യായികൾ വരുമ്പോൾ നമ്മൾ മാതാവിന് വേണ്ടി സമർപ്പിക്കുന്നതാണ്. ഞാൻ ഈ വർഷം മോൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. മോൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു നേർച്ച വാങ്ങിച്ചു. അത് അവളുടെ തലയ്ക്കൊഴിഞ്ഞ് നമ്മൾ മാതാവിന് നൽകുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. പക്ഷെ നമ്മൾക്കതൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് നമ്മളത് ചെയ്യാറുണ്ട് എല്ലാ കൊല്ലവും. ഈ കൊല്ലവും നമ്മൾ അതുപോലെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന മാതാവിന് 3 പ്രാവശ്യം വലം വെച്ച് നമ്മൾ ആ നേർച്ച അവിടെ കൊടുക്കുമ്പോൾ അവിടുന്ന് ഒരു പ്രസാദം, അരി വറുത്തത്, പിടി അതൊക്കെ തരാറുണ്ട്. അങ്ങനെ ആണ് അവിടുത്തെ നേർച്ചകൾ. ഒരുപാട് നേർച്ചകൾ ഓരോ വ്യക്തികളും നൽകാറുണ്ട്. നമ്മൾ പക്ഷേ ഇതൊക്കെയാണ് നൽകുന്നത്. നമ്മൾ പിന്നെ മെഴുകുതിരി കത്തിച്ചു, അവിടെ പ്രാർത്ഥിച്ചു, പള്ളിക്കകത്ത് കയറി നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നു. സമാധാനത്തോടെ സന്തോഷത്തോടെയൊക്കെ അവിടെ ഇരുന്നു. പിന്നെ പുറത്ത് വന്നതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കുറേയേറെ ലൈറ്റുകളുണ്ട്. മരത്തിലും ഭിത്തിയിലും കമ്പിയിലും ഒക്കെ ആയിട്ട് കുറേയേറെ ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തെ പള്ളികളിലും കുഞ്ഞു ഈശോയുടെ രൂപത്തിലും ഒക്കെ ആയിട്ട് ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് ഒരു പുഴയിലോട്ടാണ്. അതും അതിലേറെ മനോഹരമാണ് കാണാൻ. അടിപൊളിയായിട്ട് ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലം ഇല്ലാണ്ട് മൊത്തവും ലൈറ്റുകളാൽ ചുറ്റിയിരിക്കുകയാണ് പള്ളി ഇപ്പോൾ. അതുകൊണ്ട് ഇവിടെ കുറേ കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണിത്. ഈ ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് മോള് വന്നിട്ട് മൈലാഞ്ചി ഇടുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. അവൾ ഇതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ പള്ളിയിൽ വരുന്നത് തന്നെ. പിന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് പിന്നെ നമ്മളൊരു കുലുക്കി സർബത്ത് ഓർഡർ ചെയ്ത്. ഉണ്ട് അടിപൊളിയായിട്ട് ആ ചേട്ടൻ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കത് ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. അടിപൊളിയായിട്ട് കുലുക്കി നല്ലൊരു ജ്യൂസ് മോൾക്ക് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളത് കുടിച്ചതാണ്. മോൾക്ക് ഐസ് ഇടാതെയും നമ്മൾ ഐസ് ഇട്ടുമൊക്കെ ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കാണുന്നത് പിന്നെ നേരെ പുഴയുടെ ഒരു സൈഡിലോട്ടാണ്. ഇത് പുഴയുടെ നടുക്കാണ്. അത് കഴിയുമ്പോൾ നമ്മൾ മേലോട്ട് കയറുമ്പോൾ കുറേയേറെ സാധനങ്ങളിങ്ങനെ വിൽക്കാനുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.